ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന കേരളം ഇന്ത്യയിലെ ഒരു സവിശേഷ സംസ്ഥാനമായി നിലകൊള്ളുന്നു. ശാന്തമായ ഭൂപ്രകൃതി, സമ്പന്നമായ സംസ്കാരം, പുരോഗമന മൂല്യങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട കേരളം മറ്റു പ്രദേശങ്ങൾക്ക് അനുകരിക്കാൻ ഒരു മാതൃകയാണ്. അതിന്റെ പ്രകൃതി സൗന്ദര്യം, സാമൂഹിക പുരോഗതി, ഉയർന്ന ജീവിത നിലവാരം എന്നിവ രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ചില സവിശേഷതകൾ മാത്രമാണ്. ഉയർന്ന സാക്ഷരതാ നിരക്കും മാതൃകാപരമായ ആരോഗ്യ സംരക്ഷണ സംവിധാനവും മുതൽ പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക ക്ഷേമത്തിനുമുള്ള സമർപ്പണം വരെ കേരളം പലതരത്തിൽ വ്യത്യസ്തമാണ്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ യഥാർത്ഥത്തിൽ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളെ ഈ വിശദമായ പരിവേഷണം എടുത്തു കാണിക്കുന്നു. കേരളത്തെ വേറിട്ട് നിർത്തിയ ആദ്യ കാര്യങ്ങളിലൊന്ന് അതിന്റെ ശ്രദ്ധേയമായ ഭൂമിശാസ്ത്രമാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം പർവ്വതങ്ങൾ, നദികൾ, ബീച്ചുകൾ എന്നിവയുടെ സവിശേഷമായ സംയോജനത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അറബിക്കടലിനടുത്തുള്ള സംസ്ഥാനത്തിന്റെ 580 കിലോമീറ്റർ തീരപ്രദേശത്ത് വർക്കല, കോവളം, ചെറായി എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളുണ്ട്. ഉഷ്ണമേഖലാ വനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, മൂന്നാർ പോലുള്ള ഹിൽ സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന സമ്പന്നമായ ജൈവ വൈവിധ്യം നൽകിക്കൊണ്ട് പശ്ചിമഘട്ടം കേരളത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്നു. ഈ പർവ്വതങ്ങൾ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിന് സംഭാവന നൽകുക മാത്രമല്ല, കൃഷിയെ, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കൃഷിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ആലപ്പുഴ, കുമരകം തുടങ്ങിയ സ്ഥലങ്ങൾ വിനോദസഞ്ചാരികൾക്ക് ബോട്ടിൽ സംസ്ഥാനത്തെ ശാന്തമായ കനാലുകളും ലഗൂണുകളും പരിവേഷണം ചെയ്യാനുള്ള അവസരം നൽകുന്നതിനാൽ കേരളത്തിലെ കായലുകൾ മറ്റൊരു സവിശേഷതയാണ്. എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേരളത്തിന്റെ പ്രകൃതി പരിസ്ഥിതി, സമൃദ്ധമായ പച്ചപ്പും വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയും സംസ്ഥാനത്തിന്റെ ആകർഷണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. അതിശയിപ്പിക്കുന്ന ഭൂപ്രകൃതികൾക്ക് പുറമെ വിദ്യാഭ്യാസത്തിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിന്റെ വ്യതിരിക്തമായ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 2011 സെൻസസ് പ്രകാരം 94% സാക്ഷരതയുള്ള കേരളം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കാണ്. ഇത് ദേശീയ ശരാശരിയായ 74% മറികടക്കുന്നു. ഈ നേട്ടം പ്രധാനമായും വിദ്യാഭ്യാസത്തോടുള്ള സംസ്ഥാനത്തിന്റെ പുരോഗമനപരമായ സമീപനത്തിന്റെ ഫലമാണ്. അവിടെ വിദ്യാഭ്യാസത്തെ ഒരു പ്രത്യേക അവകാശമായി മാത്രമല്ല, മൗലിക അവകാശമായും കാണുന്നു. താങ്ങാവുന്നതും കാര്യക്ഷമവുമായ പൊതു സ്കൂളുകളുടെ ശൃംഖലയോടെ വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാണെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും ലിംഗസമത്വത്തിന് ശക്തമായ ഊന്നൽ നൽകുന്നു. കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് പുരുഷന്മാരുടേതിന് ഏതാണ്ട് തുല്യമാണ്. ഇത് ഇന്ത്യയിൽ അപൂർവമാണ്. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിന്റെ ഉയർന്ന തലത്തിലുള്ള മാനവ വികസനത്തിന് സംഭാവന നൽകുകയും വ്യക്തിപരവും സാമൂഹികവുമായ പുരോഗതിയുടെ അടിത്തറയായി വിദ്യാഭ്യാസത്തെ കാണുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനമാണ് സംസ്ഥാനം വേറിട്ട് നിൽക്കുന്ന മറ്റൊരു മേഖല. 2021 നീതി ആയോഗ് ആരോഗ്യ സൂചികകളിൽ മുൻനിരയിലുള്ള സംസ്ഥാനമായി റാങ്ക് ചെയ്ത കേരളത്തിൽ നന്നായി വികസിപ്പിച്ച ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അത് ഇന്ത്യയിലെ മികച്ച ആരോഗ്യ ഫലങ്ങളിലേക്ക് നയിച്ചു. കേരളത്തിലെ ആയുർദൈർഘ്യം 75.2 വർഷമാണ്. ഇത് ദേശീയ ശരാശരിയായ 69.7 വർഷത്തേക്കാൾ വളരെ കൂടുതലാണ്. കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം പ്രാഥമിക പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മിക്ക ഗ്രാമപ്രദേശങ്ങൾക്ക് പോലും അടിസ്ഥാന മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിൽ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരളത്തിലെ മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിനും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിലെ വിജയത്തിനും കാരണമായി. ഉയർന്ന ജീവിത നിലവാരത്തിന് സംഭാവന ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം പൗരന്മാരുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിൽ ഒരു പ്രധാന ഘടകമാണ്. ആകർഷകമായ വിദ്യാഭ്യാസ ആരോഗ്യ സംവിധാനങ്ങൾക്ക് പുറമെ സാമൂഹിക പുരോഗതിയിൽ കേരളം ദീർഘകാലമായി മുൻപന്തിയിലാണ്. 1936 ക്ഷേത്രപ്രവേശനം പ്രഖ്യാപനം പോലുള്ള പ്രസ്ഥാനങ്ങൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഇല്ലാതാക്കാനും സാമൂഹിക സമത്വം പ്രോത്സാഹിപ്പിക്കാനും സഹായിച്ച സംസ്ഥാനത്തിന് സാമൂഹിക പരിഷ്കരണത്തിന്റെ സമ്പന്നമായ ചരിത്രമുണ്ട്. പരിമിതമായ വിഭവശേഷി ഉള്ളൂ എങ്കിലും മാനവ വികസനത്തിന് മുൻഗണന നൽകുന്ന നയങ്ങൾ നടപ്പാക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ്. സാമ്പത്തിക വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സാക്ഷരത, ആരോഗ്യ സംരക്ഷണം, ആയുർദൈർഘ്യം തുടങ്ങിയ സാമൂഹിക സൂചകങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേരള വികസന മാതൃക വികസനത്തോടുള്ള പുരോഗമനപരമായ സമീപനത്തിന് അംഗീകാരം നേടിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആളോഹരി വരുമാനം താരതമ്യേന കുറവാണെങ്കിലും മാനവ വികസന സൂചികയിൽ കേരളം സ്ഥിരമായി ഉയർന്ന സ്ഥാനത്താണ്. ഇത് പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ്. കേരളം മികവ് പുലർത്തുന്ന മറ്റൊരു മേഖലയാണ് ലിംഗസമത്വം. 2011 സെൻസസ് പ്രകാരം 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്ന നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ലിംഗാനുപാതമുള്ള സംസ്ഥാനമാണിത്. ലിംഗ അസമത്വം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത് ശ്രദ്ധേയമായ നേട്ടമാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ലഭിക്കുന്ന അതേ വിദ്യാഭ്യാസ അവസരങ്ങളുണ്ട്. അവർ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സജീവ പങ്കാളികളാണ്. ലിംഗസമത്വത്തോടുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത
4.5 ദശലക്ഷത്തിലധികം സ്ത്രീകളെ ശാക്തീകരിക്കുന്ന വനിതാ സ്വയം സഹായ സംരംഭമായ കുടുംബശ്രീ പോലുള്ള പരിപാടികളുടെ വിജയത്തിലും പ്രതിഫലിക്കുന്നു. സ്ത്രീകൾക്ക് സാമ്പത്തികമായി സ്വതന്ത്രരാകാനുള്ള വിഭവങ്ങളും അവസരങ്ങളും നൽകുന്നതിലൂടെ കേരളത്തിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ കുടുംബശ്രീ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സജീവമായ പങ്കാളിത്തം തുല്യതയ്ക്കും നീതിക്കും മുൻഗണന നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ രൂപപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. സാംസ്കാരിക സമ്പന്നതയാണ് കേരളത്തിന്റെ മറ്റൊരു നിർണായക സവിശേഷത. യുനെസ്കോയുടെ സാംസ്കാരിക നിധികളായി അംഗീകരിക്കപ്പെട്ട കഥകളി, മോഹിനിയാട്ടം, തെയ്യം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരമ്പരാഗത കലാരൂപങ്ങൾ സംസ്ഥാനത്തുണ്ട്. വിളവെടുപ്പ് കാലം ആഘോഷിക്കാൻ വിവിധ മതപശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്ന ഓണം പോലുള്ള ഉത്സവങ്ങളിൽ കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം പ്രതിഫലിക്കുന്നു. പരമ്പരാഗതവും ആധുനികവുമായ കലാപരമായ ആവിഷ്കാരങ്ങൾ ആഘോഷിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സമകാലിക കലാ ഉത്സവമായ കൊച്ചി മുസിരിയസ് ബിനാലെ ഈ സംസ്ഥാനത്താണ് നടക്കുന്നത്. പുതുമകൾ സ്വീകരിക്കുന്നതിനൊപ്പം സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത അതിനെ കലകളുടെ കേന്ദ്രമായി മാറ്റുകയും അതിന്റെ അന്താരാഷ്ട്ര അംഗീകാരത്തിന് സംഭാവന നൽകുകയും ചെയ്തു. കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ മതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ മാതൃക കൂടിയാണ് സംസ്ഥാനം. സംസ്ഥാനത്തെ ജനസംഖ്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നു. അവർ സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കുകയും പരസ്പരം ഉത്സവങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്ത വിശ്വാസത്തിലുള്ളവർ പരസ്പര ബഹുമാനത്തോടെ സഹവർത്തിക്കുന്ന ബഹുസ്വര സമൂഹത്തിന് പേരുകേട്ടതാണ് കേരളം. കുറഞ്ഞ കുറ്റകൃത്യ നിരക്കിലും ഉയർന്ന സാമൂഹിക ഐക്യത്തിലും സംസ്ഥാനത്തിന്റെ മതപരമായ സഹിഷ്ണുത പ്രതിഫലിക്കുന്നു. ശബരിമല ക്ഷേത്രം, സെയിന്റ് ഫ്രാൻസിസ് ചർച്ച്, ചേരമാൻ ജുമാ മസ്ജിദ് തുടങ്ങിയ ആരാധനാലയങ്ങൾ കേരളത്തിന്റെ മതപരമായ വൈവിധ്യത്തിന്റെയും ഐക്യത്തോടുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയുടെയും പ്രതീകങ്ങളാണ്. സാമൂഹിക ക്ഷേമത്തിലും സമത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നയങ്ങൾ നടപ്പാക്കുന്നതിൽ രാഷ്ട്രീയമായി കേരളം മുൻപന്തിയിലാണ്. പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുന്ന ഇടത് ജനാധിപത്യ മുന്നണിയും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിൽ സംസ്ഥാനം മാറി മാറി പ്രവർത്തിക്കുന്നു. അസമത്വം കുറയ്ക്കുന്നതിലും പൗരന്മാർക്കിടയിൽ ഭൂമി തുല്യമായി വിതരണം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലും ഭൂപരിഷ്കരണങ്ങളിൽ കേരളം മുൻപന്തിയിലാണ്. 2020 പച്ചക്കറികൾക്ക് മിനിമം താങ്ങുവില ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം. ഇത് വിപണി വിലയിലെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നു. സാമൂഹിക ക്ഷേമത്തിലും സാമ്പത്തിക സമത്വത്തിലും ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന കുറഞ്ഞ ദാരിദ്ര്യനില നിലനിർത്താൻ കേരളത്തെ സഹായിച്ചിട്ടുണ്ട്. കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ച മറ്റൊരു മേഖലയാണ് പരിസ്ഥിതി സംരക്ഷണം. ഇന്ത്യയിലെ 24% വനങ്ങളുടെ ആസ്ഥാനമായ ഈ സംസ്ഥാനം ജൈവകൃഷി, ജലസംരക്ഷണം തുടങ്ങിയ സുസ്ഥിര സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ്. മാലിന്യ സംസ്കരണത്തിലും പാരിസ്ഥിതിക സുസ്ഥിരതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹരിത കേരള മിഷൻ ഈ മേഖലയിലെ സംസ്ഥാനത്തിന്റെ പ്രധാന സംരംഭങ്ങളിൽ ഒന്നാണ്. പ്രകൃതി പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത അതിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യം നിലനിർത്താനും ഭാവി തലമുറകൾക്കായി അതിന്റെ ഭൂപ്രകൃതികൾ കേടുകൂടാതെ നിലനിർത്താനും സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസം വ്യവസായം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് സംസ്ഥാനത്തിന്റെ GDPയുടെ 10% സംഭാവന ചെയ്യുന്നു. ഉത്തരവാദിത്തമുള്ളതും സുസ്ഥിരവുമായ ടൂറിസത്തിന് ഊന്നൽ നൽകുന്നതിൽ സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖല സവിശേഷമാണ്. സുസ്ഥിര യാത്രാ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് 2022 കേരളം റെസ്പോൺസിബിൾ ടൂറിസം ഗ്ലോബൽ അവാർഡ് നേടി. കേരളത്തിലെ പരമ്പരാഗത വൈദ്യശാസ്ത്രമായ ആയുർവേദം വിനോദസഞ്ചാരികൾക്ക് ഒരു പ്രധാന ആകർഷണമാണ്. ലോകമെമ്പാടുമുള്ള സന്ദർശകർ വെൽനസ് ചികിത്സകളും പുനരുജ്ജീവന ചികിത്സകളും തേടുന്നു. സംസ്ഥാനത്തിന്റെ ടൂറിസം വ്യവസായം സാമ്പത്തിക നേട്ടങ്ങൾ നൽകുക മാത്രമല്ല, അതിന്റെ പ്രകൃതി തത്വവും സാംസ്കാരികവുമായ പൈതൃകം സംരക്ഷിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു. ഇത് മറ്റ് പ്രദേശങ്ങൾ കൂടുതലായി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സുസ്ഥിര ടൂറിസത്തിന് ഒരു മാതൃക സൃഷ്ടിക്കുന്നു. കേരള പ്രവാസികളുടെ സ്വാധീനമാണ് സംസ്ഥാനത്തെ വേറിട്ട് നിൽക്കുന്ന മറ്റൊരു ഘടകം. 2.5 ദശലക്ഷത്തിലധികം കേരളീയർ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ പണമയക്കൽ കേരളത്തിന്റെ GDPയുടെ ഏകദേശം 36% വരും. അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഫണ്ടുകളുടെ വരവ് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്വന്തം സംസ്ഥാനവുമായി ശക്തമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ആശയങ്ങളും ആഗോള കാഴ്ചപ്പാടുകളും കൊണ്ടുവന്ന് കേരളത്തിലെ പ്രവാസികളും സംസ്ഥാനത്തിന്റെ സംസ്കാരത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസം ഉൾച്ചേർക്കലും ലഭ്യതയും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ക്ലാസ് മുറികളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നു. വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് പഠനം ഉപേക്ഷിക്കുന്നത്. സ്കൂളുകളിൽ ഇംഗ്ലീഷ് വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് ആഗോള അവസരങ്ങൾ നൽകുകയും 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ മറ്റൊരു പ്രതിഫലനമാണ് കേരളത്തിന്റെ പാചകരീതി.
അപ്പം, പുട്ട്, ഫിഷ് കറി തുടങ്ങിയ വിഭവങ്ങൾക്ക് പേരുകേട്ട കേരളത്തിന്റെ ഭക്ഷണത്തെ അതിന്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും വളരെയധികം സ്വാധീനിക്കുന്നു. സംസ്ഥാനത്തിന്റെ നാളികേരം, സുഗന്ധ വ്യഞ്ജനങ്ങൾ, പുതിയ കടൽ വിഭവങ്ങൾ എന്നിവയുടെ ഉപയോഗം അതിന്റെ പാചക രീതിയെ സവിശേഷമാക്കുന്നു. കൂടാതെ ഇന്ത്യയിലെ 97% കുരുമുളക് കേരളം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പല വിഭവങ്ങളിലും പ്രധാന ഘടകമാണ്. ലോകമെമ്പാടുമുള്ള ഭക്ഷണപ്രേമികൾ അതിന്റെ വ്യത്യസ്തമായ രുചികൾ തേടുന്നതിലൂടെ കേരളത്തിന്റെ പാചക പാരമ്പര്യങ്ങൾ ആഗോളതലത്തിൽ അതിനൊരു സ്ഥാനം നേടിക്കൊടുത്തു. നല്ല ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, പോഷകാഹാരം എന്നിവയുൾപ്പെടെയുള്ള ഘടകങ്ങളുടെ സംയോജനത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ദീർഘവും ആരോഗ്യപരവുമായ ജീവിതത്തിന് പേരുകേട്ടവരാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ ജനനനിരക്കും ജനസംഖ്യാ വളർച്ചാ നിരക്കും രാജ്യത്ത് ഏറ്റവും കുറവാണ്. ഈ സൂചകങ്ങൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെ വിജയവും ഓരോ പൗരനും ആരോഗ്യപരവും സംതൃപ്തവുമായ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പ്രതിഫലിപ്പിക്കുന്നു. കേരളത്തിന്റെ ഭരണ സംവിധാനം അതിന്റെ വിജയത്തിലെ മറ്റൊരു പ്രധാന ഘടകമാണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായം എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തിന്റെ വികേന്ദ്രീകൃത ഭരണ മാതൃക തീരുമാനമെടുക്കുന്നതിലും വിഭവങ്ങൾ അനുഭവിക്കുന്നതിലും പങ്കെടുക്കാൻ പ്രാദേശിക സമൂഹങ്ങളെ പ്രാപ്തരാക്കുന്നു. ഈ സംവിധാനം ഗ്രാമീണ വികസനത്തിനും രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സംഭാവന നൽകി. വിദൂര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നു. അവസാനമായി, പ്രകൃതി ദുരന്തങ്ങളെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള കേരളത്തിന്റെ കഴിവ് അതിനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. 2018 വെള്ളപ്പൊക്കത്തോടുള്ള സംസ്ഥാനത്തിന്റെ പ്രതികരണം അതിന്റെ പ്രതിരോധ ശേഷിയുടെയും തയ്യാറെടുപ്പുകളുടെയും ഒരു പ്രധാന ഉദാഹരണമാണ്. പ്രകൃതി ദുരന്തങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്ന കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, സന്നദ്ധ ശൃംഖലകൾ, ഫലപ്രദമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ വെള്ളപ്പൊക്കം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാനും വീണ്ടെടുക്കൽ വേഗത്തിലാക്കാനും സഹായിച്ചു. ചുരുക്കത്തിൽ, കേരളത്തിന്റെ സവിശേഷമായ സ്വത്വം അതിന്റെ പ്രകൃതി സൗന്ദര്യത്തിന്റെയും സമ്പന്നമായ സംസ്കാരത്തിന്റെയും പുരോഗമന നയങ്ങളുടെയും ഫലമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക ക്ഷേമം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ സംസ്ഥാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റ് പ്രദേശങ്ങൾക്ക് പിന്തുടരേണ്ട മാതൃകയായി മാറി. ഉൾച്ചേർക്കൽ, സുസ്ഥിരത, സാമൂഹിക പുരോഗതി എന്നിവയോടുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത അതിനെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുകയും രാജ്യത്തെ ഏറ്റവും സവിശേഷവും പ്രശംസനീയവുമായ സ്ഥലങ്ങളിൽ ഒന്നായി നിലനിർത്തുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.